ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമൻസ് മലയാളത്തിന് സ്നേഹപൂർവ്വം എന്ന റൗണ്ടിലാണ്. ഇതിനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം അജൽ. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ അജൽ. അജൽ ഇന്ന് നല്ല ഹാൻസം ആയിട്ടുണ്ട്. അജൽ ഇന്ന് ഏത് സോങ് സെലക്ട് ചെയ്തിരിക്കുന്നത്? അപ്പു എന്ന ഫിലിമിലെ കൂത്തമ്പലത്തിൽ വെച്ചെന്ന പാട്ട്. നല്ല സോങ് സെലക്ഷൻ ആണ്. അജൽ ഇതിനു മുമ്പ് രാൽഫൻ ചേട്ടന്റെ കൂടെ പിയാനോ റൗണ്ടിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് രാജേട്ടന്റെ കൂടെ ഫസ്റ്റ് ടൈം ആണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു റിഹേഴ്സൽസ് ഒക്കെ? നല്ല രസമായിരുന്നു അല്ലേ? അപ്പൊ നന്നായിട്ട് പാടാ, ഇവിടെ നന്നായിട്ട് രസമായിട്ട് പാടാ. ഓൾ ദ ബെസ്റ്റ്. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ൂട്ടുപുരയ്ക്കുള്ളിൽ വച്ചു അരമണി നാണം മറന്നു നിന്റെ അരമണി നാണം മറന്നു. കൂത്തമ്പലത്തിൽ വച്ചു കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. പൊന്നെഴുത്താം ചേലയുടെ ഞൊറികളിൽ മുഖം ചായ്ച്ച് പൊന്നെഴുത്താം ചേലയുടെ ഞൊറികളിൽ മുഖം ചായ്ച്ച് തെന്നലെന്റെ നെഞ്ചം തകർത്തു. വീണ്ടും തെന്നലെന്റെ നെഞ്ചം തകർത്തു. കൂത്തമ്പലത്തിൽ വച്ചു കുറു
മധുരം ചുണ്ടിൽ കിനിഞ്ഞു. കൂത്തമ്പലത്തിൽ വച്ചു കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. പുളപ്പുരക്കല്ലിൽ വച്ചു ഊട്ടുപുരയ്ക്കുള്ളിൽ വച്ചു അരമണി നാണം മറന്നു. നിന്റെ അരമണി നാണം മറന്നു. കൂത്തമ്പലത്തിൽ വച്ചു കുറുമൊഴിക്കുന്നിൽ വച്ചു കുപ്പിവള ചിരിച്ചുടഞ്ഞു. നിന്റെ കുപ്പിവള ചിരിച്ചുടഞ്ഞു. അജൽ, ചേച്ചി നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ചേച്ചി റാൽഫിൻ ചേട്ടാ ആൻഡ് രാജേഷ് ചേട്ടാ കലക്കി. നല്ല 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 ഭംഗിയായി 3 പേരും കൂടെ ചേർന്നപ്പം. അജൽ, എന്ത് പറ്റി? ഇരുന്നിട്ട് കംഫർട്ടബിൾ ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഇനി നമുക്ക് കമന്റ്സ് അറിയാം അജലിന്റെ. അനുപേട്ടാ. അജൽ ഇപ്പൊ പാടിയത് മലയാളത്തിന്റെ സ്നേഹപൂർവ്വം എന്ന റൗണ്ടിലാണ്. ഈ റൗണ്ടിൽ മോനിപ്പോ പാടിയ പാട്ട്, ഇതിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ഏറെ മലയാളികൾ അറിയാത്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് സുന്ദരരാജൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ചരിത്രം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഒരുപാട് സംഗീത സംവിധായകർക്ക്, ഇളയരാജ അടക്കമുള്ള സംഗീത സംവിധായകർക്ക് ഓർക്കസ്ട്രേഷൻ ചെയ്തിരുന്ന ഒരു വലിയ മ്യൂസീഷ്യനാണ് അദ്ദേഹം. വലിയ മ്യൂസീഷ്യൻ, നല്ലൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിന് പേഴ്സണലി ഒരു പാട്ട് അദ്ദേഹം പഠിപ്പിച്ചു തന്ന് പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹീസ് എ വെരി സ്വീറ്റ് മാൻ. ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പാടാൻ പോയത് ശ്രീ S.A. രാജ്കുമാർ എന്ന മ്യൂസിക് ഡയറക്ടറിനാണ്. 10 വർഷത്തിന് മുമ്പാണ് ഏകദേശം. അപ്പോൾ രാജ്കുമാർ സാറ് പാട്ട് പറഞ്ഞു തന്നു. നമ്മൾ ആദ്യം പുള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഒരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ സുന്ദരരാജൻ സാറ് വരികയും പാട്ട് പഠിപ്പിക്കുകയും നമ്മൾ ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യിക്കും അദ്ദേഹം. ഇത് ടെൻഷൻ വേണ്ട മോനെ, ഹാപ്പി ആയിട്ട് പാടിക്കോ, ഹാപ്പി ആയിട്ട് പാടുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പാടുക. അപ്പം അത്ര റിലാക്സ്ഡ് ആയിട്ട് പാടണം. നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മ്യൂസീഷ്യൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിച്ചു കൊള്ളുന്നു. അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. അപ്പം അദ്ദേഹത്തെ ഈ ഒരു വേളയിൽ ഇത്രയും മനോഹരമായ ഗാനം നമുക്ക് സമ്മാനിച്ചതിന് നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇത് അപ്പു എന്ന ഡെനീസ് ജോസഫ് ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ നമ്പി സാറാണെന്ന് എൻ്റെ ഓർമ്മ. ഇതിന്റെ വരികൾ MG ശ്രീകുമാർ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. അജൽ അസലായിട്ട് പാടി, നന്നായിട്ട് തന്നെ പാടി. ചില സ്ഥലങ്ങളിൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സജഷൻ തോന്നിയത് കുറച്ചുകൂടി ടെമ്പോ ആയിരുന്നു പാട്ടിന്. വല്ലാതെ ഒരു ലാഗ് വന്നോന്നൊരു ഫീൽ തോന്നി. കുഴപ്പമില്ല, ബട്ട് നെവർ മൈൻഡ്. ചില സ്ഥലങ്ങൾ വളരെ നന്നായിരുന്നു. എസ്പെഷ്യലി അനുപല്ലവിയുടെയും ചരണത്തിന്റെയും തുടക്കമൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു സ്ഥലം തെറ്റി, അത് മോനറിയാം. ഏതാണ് ആ സ്ഥലം? കുളപ്പുരക്കല്ലിൽ വച്ചോ എന്നാണ് എൻ്റെ ഓർമ്മ. നോട്ട് അല്ലേ? ഊട്ടുപുരയ്ക്കുള്ള, അതൊക്കെ കറക്റ്റ് ആയിരുന്നു. കുളപ്പുരക്കല്ലിൽ വച്ചോ എന്നാണ് എൻ്റെ ഓർമ്മ. അത് മാത്രം മോനെ 2 സ്ഥലങ്ങളിൽ ശരിയായില്ല. ബാക്കി എല്ലാം കൊണ്ടും തന്നെ വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു റാൽഫിൻ വൺസ് അഗൈൻ. രാജേഷ് ഭയ്യ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു മോനെ. താങ്ക് യു. അജൽ, എന്ത് മനോഹരമായി പാടി മോനെ. നല്ലൊരു കൈഡി കൊടുക്കും നമ്മുടെ അജൽ കൊച്ചിന്. ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഇതിനു മുമ്പ് ഒരു പിയാനോ റൗണ്ട് എനിക്ക് ആ നിർഭാഗ്യവശാൽ അതിൽ ഞാൻ ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടൊരു എക്സ്പീരിയൻസ് നേരത്തെ കിട്ടിയിരുന്നു അല്ലേ? എന്നാലും മോനെ ശരിക്കും ഈ പാട്ട് തീർന്നപ്പോ വീണ്ടും ഒന്നും കൂടെ പാടാൻ ഒരു കൊതി തോന്നിയില്ലേ? ഞങ്ങൾക്ക് ഒന്നും കൂടെ കേൾക്കാൻ ഒരു കൊതി തോന്നി. അതിന്റെ അർത്ഥം എന്താ? നന്നാകാത്തോണ്ടാണോ? നന്നായോണ്ടാ. റാൽഫിൻ, എങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ ഇഷ്ടായോ?
റാൽഫിൻ ശരിക്കും എൻജോയ് ചെയ്ത് പ്ലേ ചെയ്ത് നന്നായിട്ട് പാടിയാലല്ലേ നമുക്കത് എൻജോയ് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. MG ശ്രീകുമാർ എന്നൊരു ഗായകൻ ശരിക്കും അദ്ദേഹം ഏത് ടൈപ്പ് പാട്ടാണെങ്കിലും ഇപ്പോ ഈ സൂര്യകിരീടം അതുപോലെ കണ്ണീർ പൂവിന്റെ കൂത്തമ്പലത്തിൽ എന്ന് വെച്ച പാട്ടുകൾ പാടിയ ആള് തന്നെയാണ് വേൽമുരുക, പഴനിമല മുരുകൻ എന്ന പാട്ട് പാടിയ ആള് തന്നെയാണ് നാദരൂപിണിയും സമയമിത അപൂർവ സായനൊക്കെ പാടിയത്. അപ്പൊ അങ്ങനെ ഒരു ഗായകൻ നമ്മുടെ ശരിക്കും ഒരു മലയാള സംഗീത ശാഖയുടെ സ്വത്താണ്. അതെ, അതുപോലെ റിമി പറഞ്ഞതിന്റെ ഏറ്റവും വലിയൊരു സത്യം എന്ന് വെച്ചാൽ മലയാളത്തിലെ ഫസ്റ്റ് വേഴ്സറ്റൈൽ സിംഗറാണ് പുള്ളി. ആദ്യമായി എല്ലാം പാടാൻ കഴിവുള്ള ഒരു ഗായകനായി രംഗപ്രവേശം ചെയ്ത ഗായകൻ. അതുപോലെ മോൻ ഈ പാട്ട് വളരെ മനോഹരമായിട്ട് എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് ചോദിച്ചില്ല. കാരണം മോൻ ഇതുപോലെ തന്നെ പാടുന്നതെന്ന് എനിക്കറിയാം. ഭയങ്കര സുഖകരമായിട്ട് തോന്നി. ഈ പറഞ്ഞ പോലെ അനൂപ് പറഞ്ഞേക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ആദ്യം പറയട്ടെ. തെന്നലെന്റെ നെഞ്ചം തകർത്തു, അതൊക്കെ നെഞ്ചം തകർന്ന് തന്നെ നല്ല രസമായിട്ട് തന്നെ പാടി. പിന്നെ പൊന്നെടുത്താം ആ വരി പാടിയില്ലേ, പൊൻ നല്ല രസമുണ്ടായിരുന്നു. നിന്റെ കളി അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു ചില തെറ്റിപ്പോയല്ലോ എന്ന് തോന്നിയ ഒരു നോട്ടെന്ന് പറയുന്നത് കുളപ്പുര കല്ലിൽ വെച്ചോ. നിന്റെ അത് മാത്രം കുറച്ച് ബേസിലോട്ട് വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. അതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. മൊത്തത്തിൽ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മിടുക്കനായി പാടി കേട്ടോ. അജൽ, മറ്റൊരു അനുഭവമാക്കി 3 പേരും കൂടി ഈ പാട്ട് ഈ റൗണ്ട് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള റൗണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സംഗീതത്തെ ഏറ്റവും അതിന്റെ ഒരു ഇന്റൻസ് ഇമോഷനിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഇത്തരം റൗണ്ടുകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. പാട്ട് അസലായിട്ട് പാടി മോനെ. എനിക്കും ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ താഴെ പാടിയപ്പോൾ മാത്രം മോനെ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ബാക്കി എല്ലാ പോർഷൻസിലും എസ്പെഷ്യലി മോന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഫീല്. ഇതൊക്കെ മോൻ ഭംഗിയായിട്ട് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് സ്ലോ ആയി അനൂപ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രെത്ത് വേണം. സസ്റ്റെയിൻസ് കട്ടായി പോകുന്നു. ഞാൻ മറ്റൊരു കണ്ടസ്റ്റന്റിനോടും പറഞ്ഞു, ഇത്തരം റൗണ്ടുകളിൽ സസ്റ്റെയിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കട്ടായി പോവാതെ നോക്കണം, ശ്വാസം ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കണം, എന്നാലേ കുറച്ചുകൂടി ഭംഗിയാവുള്ളൂ. പിന്നെ ഇത് എല്ലാവരും മെൻഷൻ ചെയ്തതുപോലെ ശ്രീ സുന്ദരരാജൻ എന്ന് പറയുന്ന മ്യൂസീഷ്യൻ, അത് മലയാളിത്തം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം മലയാള ഭാഷയെ അറിഞ്ഞുകൊണ്ട് ഉള്ളൊരു സംഗീതമാണ് ഈ പാട്ടിന്റെ, അല്ലെ? ശരിക്കൊരു മലയാളി ഫീല് ശരിക്കും പാട്ട് നമുക്ക് തരുന്നുണ്ട്. പിന്നെ ശ്രീകുമാരൻ നമ്പി സാറിന്റെ ലിറിക്സ്, അദ്ദേഹം ഒരു മലയാളി ഇമേജസ് വെച്ചിട്ട് പ്രണയം പറയാൻ ഏറ്റവും ബെസ്റ്റ് കവിയാണ് അദ്ദേഹം. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതില്, കാരണം ഒരുപാട് പാട്ടുകൾ, അത്തരം പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മലയാളി ചിഹ്നങ്ങൾ വെച്ചിട്ട്, നമ്മളുടെ ആംബിയൻസ് വെച്ചിട്ടുള്ള ഊട്ടുപുര, കുളപ്പുര കല്ലിൽ വെച്ചോ, അങ്ങനെയുള്ള ചിഹ്നങ്ങൾ അദ്ദേഹം കൊണ്ടുവരികയും അത് ഭംഗിയായിട്ട് നമ്മളുടെ എവിടെയോ ഒരു സ്മൃതിയിൽ എവിടെയോ ഒരു പ്രണയ നൊമ്പരോ അല്ലെങ്കിൽ സുഖമോ ഒക്കെ അദ്ദേഹം തരാറുണ്ട് കവിതകളിൽ. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു, ചെറിയ ചില പാകപ്പിഴകൾ ഒഴിച്ചാൽ. കേട്ടോ, ഗുഡ് ലക്ക്. താങ്ക് യു വിചേട്ടാ. അജൽ, ഇനി ഈ റൗണ്ടിന്റെ മാർക്ക് നമുക്കറിയാം അല്ലേ? രാജേട്ടാ, അജലിന് എത്ര മാർക്ക് കൊടുക്കും? ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കാം? വെറുതെ ചോദിക്കാണ്. രാകേഷ് ഏട്ടൻ പേര് പറയാൻ പോലും വായ തുറക്കാറില്ല. മാർക്ക് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 8 എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഓൺ 30 അജൽ 27.75 out of 30. Style, attitude and performance 3.75 out of 4. താങ്ക് യു അനുവേട്ട. റിം ചേച്ചി? അജൽ 28, ഫീലിന് 2.75. താങ്ക് യു റിം ചേച്ചി. വിജേട്ടാ? Ajal 27.5 on 30. Expression was too good. 3 on 3. Thank you വിജേട്ടാ. അജൽ, your total score is 92.75 out of 100. അജൽ, കുഴപ്പമില്ലാത്ത സ്കോറാണ്. ഇനി അടുത്ത റൗണ്ടിൽ കാണാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. താങ്ക് യു. അങ്ങനെ ITL World Junior Idol സീസൺ 2 ഇന്നത്തെ ഈ ഫ്രഷ് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ഡോണ്ട് വറി, ഞാൻ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ നല്ല പെർഫോമൻസുകളായി തിരിച്ചു വരുന്നതാണ്.